ഇപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. ചുങ്കത്തറ ഡാമിൽ തടസ്സങ്ങൾ നീക്കി പരിശോധന നടക്കുന്നുള്ളതാണ്. CK വിജയൻ അതിന്റെ വിവരങ്ങൾ നൽകും. CK, അതീവ ദുഷ്കരമായിട്ടുള്ള ഈ പ്രവൃത്തികൾ നടക്കുന്നു, മൃതദേഹങ്ങൾ കണ്ടെത്തുക, അത് വളരെ ദുഷ്കരമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ആ മേഖലയിൽ നടക്കുന്നത്? അങ്ങേയറ്റം ഒരുപക്ഷെ ഈ ചുങ്കത്തറ ഡാമിൻ്റെ ഈ സ്ഥലത്തേക്ക്, ഈ റെഗുലേറ്ററിൻ്റെ സ്ഥലത്തേക്കൊക്കെ എങ്ങനെ മൃതദേഹം എത്തുന്നു എന്നത് വലിയ ആശ്ചര്യമാണ് ഇപ്പോഴും ഈ നാട്ടുകാർക്ക്. കാരണം ചാലിയാറിൻ്റെ കറങ്ങി തിരിഞ്ഞു വരുന്ന ഒരു കൈവഴി എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റ് പ്രധാനപ്പെട്ട ഈ പുഴയുമായി വലിയ ബന്ധമില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹ ഭാഗമുണ്ട് എന്ന് പറഞ്ഞാണ് പോലീസും മറ്റും പരിശോധന ആരംഭിച്ചത്. പിന്നീട് ആ പരിശോധന നീണ്ടു. 4 മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളായി പല സ്ഥലത്ത് നിന്നും കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഈ ഡാമിൽ ഇന്ന് JCBയും മറ്റും ഉപയോഗിച്ച് പരിശോധനകൾ ആരംഭിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മൃതദേഹം അവിടെ ഉണ്ടാകുമെന്ന് ഇവരാരും തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഒരു മൃതദേഹത്തിൻ്റെ ഭാഗം കിട്ടിയതിന് ശേഷം സന്നദ്ധ സംഘടനകളും ആൾക്കാരും NDRFും എല്ലാം തന്നെ ചേർന്ന് അവിടെ വ്യാപകമായ പരിശോധനകൾ ആരംഭിച്ചു. പിന്നീട് JCB കൊണ്ടുവന്ന് ഇതിൻ്റെ വലിയ പടുകൂറ്റൻ മരങ്ങൾ ഈ ഡാമിൻ്റെ 2-3 ഭാഗങ്ങളിലായി തടഞ്ഞ് അവിടുത്തെ വെള്ളമൊഴുക്കുമെല്ലാം തടഞ്ഞ നിലയിലായിരുന്നു. അത് സാഹസപ്പെട്ട് മുറിച്ചു മാറ്റുകയാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ മുറിച്ചു മാറ്റി അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ മൃതദേഹം മറ്റോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാമിൻ്റെ മുകളിൽ കയറി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു സംഘം ഡാമിൻ്റെ ഏറ്റവും മുകളിൽ കയറി, റെഗുലേറ്ററിൻ്റെ മുകളിൽ കയറി ഇത് തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമം നടത്തുന്നു. മറ്റു ചിലർ അതിൻ്റെ പാലത്തിലൂടെ, റെഗുലേറ്ററിൻ്റെ ബ്രിഡ്ജിലൂടെ ഈ പരിശോധനകൾ നടത്തുന്നു. അവിടെ JCB ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുന്നു. മറ്റൊരു വിഭാഗം ഈ പുഴയിലിറങ്ങി പരിശോധനകൾ നടത്തുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഇവർ ആരെങ്കിലും ഒഴുക്കിൽപ്പെട്ടോ എന്ന് കരുതി NDRFിൻ്റെ മറ്റു സംഘം ബോട്ടുകളുമായി അതിൻ്റെ തൊട്ട് താഴെ കാത്തു നിൽക്കുന്നു. ഈ രീതിയിൽ തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും സംഘങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ ഇന്ന് ആദ്യമായി ഈ തമിഴ്നാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സംഘങ്ങളെ കൂടി കണ്ടു. അവിടെ നിന്ന് വന്ന ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, ഇത്തരത്തിൽ ദുരന്ത നിവാരണത്തിന് വിദഗ്ധ പരിശീലനം ലഭിച്ചവർ എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നു. അതിനു പുറമെ നമ്മൾ ഇന്നലെ പോയ ഈ ഭാഗത്തും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പോത്തുകല്ല് ഈ പുഴയിൽ മേൽഭാഗം വരെ വീണ്ടും പരിശോധനകൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ അവിടെ നിന്നും ഉയർന്ന വിഷയം, ഇപ്പം നമ്മൾ ഇന്നലെ തന്നെ ആ പ്രതിസന്ധി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതായത് അവിടെ നിന്നും മൃതദേഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 6-7 കിലോമീറ്റർ വടികെട്ടി, തുണികെട്ടി ചുമന്നു കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം വേണം എന്ന് അവിടുത്തെ സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, CK വിജയൻ, ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. കാരണം ജലതാണ്ഡവമാണ്. അത് എത്രയോ കിലോമീറ്ററോളം ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു. പല കല്ലിലും തട്ടി ചാലിലൊക്കെ തെറിച്ച് വീണ് കിട്ടുന്ന മൃതദേഹങ്ങൾ അപ്പാടെ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ആ രീതിയിൽ ശരീരഭാഗങ്ങൾ, കഷ്ണങ്ങൾ മാത്രമായും അത് മാറുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പോൾ ഈ ഡാമിലേക്കും എത്തപ്പെടുന്നത്. അവിടെയും ഇപ്പോൾ ചുങ്കത്തറ ഡാമിലും പരിശോധന നടക്കുകയാണ്. പല ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേലിപ്പാലത്തിൽ നിന്നുള്ള, ചൂരൽമലയിൽ നിന്നുള്ള, മുണ്ടക്കയിൽ നിന്നുള്ള ദുരന്തത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.